ഹായ് ഫ്രണ്ട്സ്, കുത്തുവരയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 3D വർക്കായിട്ടാണ്. നമ്മൾ എങ്ങനെ ഒരു 3D ഹോൾ, ഒരു ഹേർട്ട് ഷേപ്പുള്ള ഒരു 3D ഹോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഓക്കെ, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്, ഫുള്ളായിട്ട് കാണണം. ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചാർട്ട് പേപ്പറിൽ ഒരു ഹേർട്ടിൻ്റെ ഷേപ്പ് വരിക, എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തെടുത്താലേ നമുക്കത് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ചെറിയൊരു പീസ് ഹേർട്ടിൻ്റെ നല്ല ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മളത് കയ്യിലോട്ട് വെച്ച് നോക്കുക. വെച്ചിട്ട് നമ്മളതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് പെന്നു കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുക, റെഡ് കളർ. അതിനുശേഷം നമ്മളിതിൽ നമ്മളുടെ ഒരു ആർട്ടിൻ്റെ സെൻസിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലാക്കുക, ഹോളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആ ബ്ലഡിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് നല്ല രീതിയിൽ ചെറിയ രീതിയിലൊന്ന് കൊടുത്ത് കറക്റ്റാക്കുക. ഈ പോലെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ഇതും കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി നമ്മുടെ ആ ഒരു നമുക്ക് ഏത് രീതിയിലാണ് ഫീൽ ചെയ്യുന്ന നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഒരു കറുപ്പ് ഷെയ്ഡൊക്കെ വേണമെങ്കിൽ നമുക്കതനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. ആ ഒരു കറക്റ്റായിട്ട് കൊടുക്കുക. വേണ്ട എവിടെയൊക്കെയെന്ന് വെച്ചാൽ ഷെയ്ഡ് കൊടുക്കുക. അതുപോലെ പെൻസിൽ കൊണ്ട് ആ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കറുപ്പിക്കുക. നമ്മുടെ ആ ഒരു അവിടെ ഒരു ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു 3D തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിലിൽ ആ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് കൊടുക്കുക. റെഡ് പോരെങ്കിൽ നമുക്ക് വീണ്ടും വെക്കാൻ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് മാറ്റി മറിച്ച് നോക്കി നമ്മൾ എടുത്ത് നോക്കാം. ഇടയിൽ വേണമെങ്കിൽ ആ ഒരു ഹേർട്ട് ഷേപ്പ് നമുക്ക് അതിലോട്ട് വെച്ച് നോക്കിയിട്ട് ഷേപ്പ് നോക്കാം, ഒന്നുകൂടി കറക്റ്റാണെന്ന് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹേർട്ട് ഷേപ്പിൽ നമ്മൾ അതിൻ്റെ ഹോളായിട്ടുള്ള ഭാഗത്ത് നമ്മൾ റെഡ് കൊടുക്കുകയാണ്. അതിൻ്റെ നമ്മുടെ കൈയിൻ്റെ ഉൾവശം കാണുന്ന ഭാഗം. അപ്പോൾ അതിലാണ് നമ്മൾ ആ റെഡ് വെച്ചിരിക്കുന്നത്. അതിൽ നമ്മളിഞ്ഞൊരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡുണ്ട്, കുറച്ചായി ഉള്ളിലകത്തോട്ട് പോകുന്ന അകം കാണുന്ന ആ ഭാഗത്ത് നമ്മളൊരു സ്കെച്ച് തന്നെയാണ്, ബ്ലാക്കാണ് വെച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫുള്ള് ചെയ്യുന്നില്ല, കാരണം ആ ഒരു ഷാഡോ അടിക്കുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ആ ഡാർക്ക് വെച്ചിരിക്കുന്നത്. ആ കൈയിൻ്റെ നമ്മൾ കട്ടായി പോകുന്ന ആ ഒരു ഹോളിൻ്റെ അകം കാണുന്ന ഭാഗത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി വെച്ച് നോക്കുക, കറക്റ്റാണെന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കളർ എന്തെങ്കിലും വ്യത്യാസം ചേഞ്ച് വരുത്തുന്നെങ്കിൽ നമ്മളത് വീണ്ടും മാറ്റാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഷാഡോ നമ്മൾ ആ പേപ്പറിൽ നമ്മൾ പെൻസിൽ പേപ്പറിലോട്ട് നമ്മൾ കൈ വെക്കുന്ന സമയത്ത് ആ ഹോൾ വന്നതിന് ശേഷം ആ ഹോൾ ഹോൾ ഉള്ള നമ്മുടെ കൈയിൻ്റെ ഷാഡോ കാണുമല്ലോ നമ്മൾ പേപ്പറിൽ, നമ്മുടെ ആ വൈറ്റ് സ്പേസിൽ നമ്മുടെ ആ ഷാഡോ നമ്മൾ ഇതിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക് നമ്മൾ കൈ വയ്ക്കുന്ന സമയത്ത് നമ്മൾ കൈയിൻ്റെ ഷാഡോ അവിടെ കാണും. അപ്പോൾ ഈ ഹോൾ വരുന്ന ഭാഗത്തിൻ്റെ ഷാഡോ എന്തായാലും കാണുമല്ലോ. അപ്പോൾ ആ ഷാഡോ നമ്മൾ കൊടുക്കുക, ബ്രഷ് വെച്ചിട്ട് കറക്റ്റായിട്ട് മെർജ് ചെയ്ത് വിടുക. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഷാഡോ തന്നെ ഒന്ന് ഫീൽ ചെയ്യണം. കണ്ടില്ല, ആ ഒരു ഹോൾ കഴിഞ്ഞിട്ടുള്ള ആ ഹോൾ കാണുന്ന ഷാഡോ ആണ് നമ്മളിപ്പോൾ കൊടുത്തത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ നോക്കാം. അത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കുക. ഇനി എന്തെങ്കിലും കളർ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കളർ റെഡ് പോരെങ്കിൽ നമ്മുടെ ആർട്ടായിട്ട് നമ്മുടെ ഒരു മനസ്സിൻ്റെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ച് നമുക്കത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടി ആ ഒരു ഹോളൊക്കെ വന്ന ആ ബ്ലഡിൻ്റെയൊക്കെ ഒരു ഒഴുക്കും ആ കയ്യിലെ കുറച്ച് കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പോലെ കൊടുക്കാം. ഇവിടെ ചെറിയ കളർ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ആ ബ്ലഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതാണെന്ന് വിചാരിച്ചോളും. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതനുസരിച്ച് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. പെൻസിൽ വെച്ച് നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതുപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലഡ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ നമ്മളത് അവിടെ ആയാന്ന് വിചാരിക്കും, അവിടെ ബ്ലഡ് ആയത് ഇത് കട്ട് ചെയ്ത സമയത്ത് അവിടെ ബ്ലഡ് ആയാൽ നമുക്കൊരു ഫീൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ള ഒരാൾ കാണുന്ന സമയത്ത് ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇടയിൽ ഞാൻ ആ ബ്ലഡ് നമ്മൾ പെൻസിൽ ആ ഹോൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്, ആ ഹോളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെന്നോട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. കണ്ടാ, അത് നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം കറക്റ്റായിട്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ അതിലുള്ള ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് നമ്മൾ ആ പേപ്പറിലോട്ട് ബ്ലഡ് ആയ പോലെ ഞാനത് വെറുതെ നമുക്കൊരു ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ആ ബ്ലഡ് നമ്മൾ വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു പിക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കണ്ടില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിലേതെങ്കിലും ഡാർക്കോ റെഡോ എന്തെങ്കിലുമൊക്കെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ കളർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസുകളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങളിതിൽ പറയണം. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻസുകളുണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ഇതിനേക്കാൾ നല്ല മനോഹരമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടെല്ലാം പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോന്ന് ഇനേബിൾ ചെയ്ത് തരാം. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിൽ ആളുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ ഇടുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചിലവർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഞങ്ങൾക്കെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ 3 ഓപ്ഷൻ ഉണ്ട്.
അതിൽ ആൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല ട്രിക്കുമായിട്ട്, നല്ലൊരു കിടിലൻ വർക്കുമായിട്ട് അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. തൽക്കാലം ബായ്.